തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നെപ്പോളിയൻ ഹിൽ രചിച്ച തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന കൃതി സാധാരണ വ്യക്തികളെ പോലും ഉന്നത നിലവാരമുള്ളവരാക്കി മാറ്റുന്ന ചിന്താശേഷിയും ആത്മവിശ്വാസവും നൽകുന്ന ശക്തിയുള്ള ഒരു മാർഗനിർദ്ദേശമാണ്. 1937 ആദ്യമായി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഇന്നും ജീവിത വിജയം ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം നൽകുന്നു. ആഗ്രഹം, വിശ്വാസം, തീരുമാനമെടുക്കാനുള്ള ശേഷി, സ്ഥിരത, സൃഷ്ടിപരമായ ചിന്ത എന്നിവയുടെ പ്രാധാന്യമാണ് ഈ പുസ്തകം വിശദീകരിക്കുന്നത്. ധനം, സമ്പത്ത്, വിജയം, വ്യക്തിത്വം എന്നിവ വ്യക്തിയുടെ ബോധമനസ്സിലെ ചിന്തകളിൽ നിന്ന് ആരംഭിക്കുന്നു. ഒരു വ്യക്തി തൻ്റെ മനസ്സിൽ തോന്നുന്ന ശക്തമായ ആഗ്രഹങ്ങളെ വിശ്വാസത്തോടെ വളർത്തി നിരന്തര പരിശ്രമത്തിലൂടെ പ്രവൃത്തിയിലേക്ക് മാറ്റുമ്പോൾ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായി മാറാൻ സാധ്യതയുണ്ടെന്ന് നെപ്പോളിയൻ ഹിൽ പറയുന്നു. ഇത് കേവലം സമ്പത്തിനെക്കുറിച്ചുള്ള പുസ്തകമല്ല. ആന്തരിക ശക്തികൾ, ആത്മവിശ്വാസം, മനോഭാവം, ഭയങ്ങളെ നേരിടൽ, ഊർജത്തിന്റെ പരിവർത്തനം എന്നിവയെ മനസ്സിലാക്കി പ്രയോഗിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു വഴികാട്ടിയാണ്. ആഗ്രഹം അഥവാ ഡിസയർ എല്ലാ നേട്ടങ്ങളുടെയും തുടക്കം. മനുഷ്യന്റെ എല്ലാ വലിയ നേട്ടങ്ങൾക്കും അടിസ്ഥാനം ആഗ്രഹമാണ്. സാധാരണ ആഗ്രഹമല്ല, മറിച്ച് മനസ്സിനെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന, കത്തുന്ന ഒരു തീവ്രമായ ആഗ്രഹം തന്നെയാണ് വിജയത്തിലേക്കുള്ള ആദ്യപടി. ഇതെനിക്ക് നേടിയേ തീരൂ, അല്ലെങ്കിൽ എന്ത് തടസ്സമുണ്ടായാലും ഞാനിത് നേടിയിരിക്കും എന്ന രീതിയിലുള്ള ആഗ്രഹമാണത്. പലർക്കും ജീവിതത്തിൽ സമ്പത്ത്, വിജയം, അംഗീകാരം തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹമുണ്ടാകും. പക്ഷേ ആ ആഗ്രഹങ്ങൾ പലപ്പോഴും വെറും ആഗ്രഹങ്ങളായി തന്നെ തീരുന്നു. എനിക്ക് സമ്പന്നനാകണം, എനിക്ക് നല്ല ജോലി വേണം എന്നിങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം മതിയാകില്ല. ആഗ്രഹം ലക്ഷ്യമായി മാറണം, ലക്ഷ്യം പ്രവൃത്തിയായി മാറണം. ആഗ്രഹം മനസ്സിന്റെ ആഴത്തിൽ വേരൂന്നുകയും അത് ഒരിക്കലും നമ്മിൽ നിന്ന് വിട്ടുപോകാത്ത ഒബ്സഷനായി മാറുകയും ചെയ്യുമ്പോഴാണ് അതിന് സൃഷ്ടിപരമായ ശക്തി ലഭിക്കുന്നത്. നിനക്ക് എന്താണ് വേണ്ടത്? എത്രത്തോളം? എപ്പോഴേക്ക്? അതിനു പകരം നീ എന്ത് നൽകാൻ തയ്യാറാണ്? നിന്റെ ലക്ഷ്യം നിറവേറ്റാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കണം. വ്യക്തതയില്ലാത്ത ആഗ്രഹങ്ങൾ ശക്തിയില്ലാത്തതാണ്. ലക്ഷ്യം കൃത്യമായാൽ മാത്രമേ മനസ്സും പ്രവൃത്തിയും ഒരേ ദിശയിൽ മുന്നേറൂ. വിശ്വാസത്തോടു കൂടിയ ആവർത്തനവും ആവശ്യമാണ്. ഒരാൾ തൻ്റെ ലക്ഷ്യം ഓരോ ദിവസവും മനസ്സിൽ ആവർത്തിക്കുകയും അത് സ്വന്തമാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ആ ചിന്തകൾ അവൻ്റെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു തുടങ്ങും. അതോടെ അവൻ്റെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും അറിയാതെ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് തിരിയാൻ തുടങ്ങും. ഇതാണ് ആഗ്രഹത്തിൻ്റെ യഥാർത്ഥ ശക്തി. പരാജയങ്ങളെയും തടസ്സങ്ങളെയും എങ്ങനെ കാണണം എന്ന് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നു. ശക്തമായ ആഗ്രഹമുള്ള ഒരാൾക്ക് പരാജയം അവസാനമല്ല, അത് ഒരു പഠനഘട്ടം മാത്രമാണ്. അവൻ തളരുന്നില്ല, കാരണം അവന്റെ ലക്ഷ്യം അവന്റെ മനസ്സിൽ തീ പോലെ കത്തിക്കൊണ്ടിരിക്കും. ഈ ആഗ്രഹം തന്നെയാണ് പരാജയം സംഭവിച്ചാലും അവനെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നത്. ലോകത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ച എല്ലാവരും ആദ്യം അവരുടെ മനസ്സിൽ ഒരു ശക്തമായ ആഗ്രഹം വളർത്തിയവരാണ്. സമ്പത്ത്, വിജയം, കണ്ടുപിടുത്തങ്ങൾ, നേതൃത്വം എന്നിവയെല്ലാം ആദ്യം ഒരു ചിന്തയായി, ഒരു ആഗ്രഹമായി തുടങ്ങിയതാണ്. ആ ആഗ്രഹത്തെ സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും അതിനായി കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്തവരാണ് വിജയിച്ചത്. നിന്റെ ജീവിതം മാറണമെങ്കിൽ ആദ്യം നിന്റെ ആഗ്രഹിക്കുന്ന രീതി മാറണം. അത് വെറും ആഗ്രഹമല്ല, മറിച്ച് ലക്ഷ്യം നേടുന്നതുവരെയും ചിലപ്പോൾ അതിനുശേഷവും നിലയ്ക്കാത്തതായിരിക്കണം. അത് കത്തുന്ന അഗ്നിയായിരിക്കണം, ശമിക്കാത്ത ഒരു ദാഹമായിരിക്കണം. വിശ്വാസം അഥവാ ഫെയ്ത്ത്. ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് മനസ്സിൽ കാണുകയും വിശ്വസിക്കുകയും ചെയ്യുക. പലരും ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നുണ്ട്, പക്ഷേ അവ സഫലമാകാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം വിശ്വാസത്തിൻ്റെ അഭാവമാണ്. എനിക്കിത് സാധിക്കുമോ എന്ന സംശയം മനസ്സിൽ കയറി വന്നാൽ ആഗ്രഹത്തിൻ്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങും. ആത്മവിശ്വാസമാണ് എല്ലാ നേട്ടങ്ങളുടെയും അടിസ്ഥാനം. ഒരാൾ എന്തെങ്കിലും നേടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന നിമിഷം മുതൽ അവൻ്റെ ചിന്തകളും പ്രവൃത്തികളും അവനെ ആ ദിശയിലേക്ക് നയിക്കാൻ തുടങ്ങും.
മനസ്സിലെ വിശ്വാസം തന്നെയാണ് ബാഹ്യലോകത്തിലെ ഫലങ്ങളെ രൂപപ്പെടുത്തുന്നത്. വിഷ്വലൈസേഷൻ എന്ന ആശയം പ്രസക്തമാണ്. നിന്റെ ലക്ഷ്യം ഇതിനകം നേടിയതുപോലെ മനസ്സിൽ വ്യക്തമായി കാണാൻ പഠിക്കണം. സമ്പത്താണെങ്കിൽ അതിൻ്റെ ഉപയോഗം വരെ മനസ്സിൽ സ്വയം വരച്ചു കാണിക്കണം. ആ അനുഭവം മനസ്സിൽ ആവർത്തിക്കുമ്പോൾ അത് ഉപബോധ മനസ്സിൽ പതിയുകയും യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ സ്വാഭാവികമായി തുറക്കപ്പെടുകയും ചെയ്യും. മനസ്സ് താൻ വിശ്വസിക്കുന്നതിനെ യാഥാർത്ഥ്യമാക്കാൻ നിരന്തരമായി ശ്രമിക്കുന്ന ഒരു ശക്തമായ ഉപകരണമാണ്. വിശ്വാസത്തിൻ്റെ മറ്റൊരു വലിയ ശക്തി ഭയത്തെ അകറ്റുക എന്നതാണ്. പരാജയ ഭയം, വിമർശന ഭയം, ദാരിദ്ര്യ ഭയം എന്നിവ മനുഷ്യനെ മുന്നോട്ടു പോകാൻ അനുവദിക്കാതെ തടയും. പക്ഷേ ശക്തമായ വിശ്വാസമുള്ള ഒരാൾക്ക് ഈ ഭയങ്ങൾ നിയന്ത്രിക്കാനാകും. കാരണം അവൻ തൻ്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കും, തടസ്സങ്ങളിലല്ല. വിശ്വാസം ജന്മസിദ്ധമായ ഒന്നല്ല, അത് വളർത്തിയെടുക്കാവുന്നതാണ്. ശരിയായ ചിന്തകൾ, ആവർത്തനം, ദൃശ്യവൽക്കരണം, ആത്മവിശ്വാസമുള്ള പ്രവർത്തനം, ഇവയിലൂടെ വിശ്വാസം ശക്തിപ്പെടുന്നു. നിനക്ക് നേടാൻ കഴിയുന്നതിൻ്റെ പരിധി നിശ്ചയിക്കുന്നത് നിന്റെ കഴിവല്ല, മറിച്ച് നിന്റെ വിശ്വാസമാണ്. ഇനിയും നേടാനാകും എന്ന വിശ്വാസം, ഇതിൽ കൂടുതൽ മുന്നോട്ടു പോകാം എന്ന വിശ്വാസം, ഇവയൊക്കെ നമ്മെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് നയിക്കുന്നു. ആഗ്രഹം ലക്ഷ്യത്തിലേക്ക് നയിക്കണമെങ്കിൽ വിശ്വാസം അതിന് ചിറകാകണം. ഓട്ടോ സജഷൻ, ആവർത്തിച്ച ചിന്തകളിലൂടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുക. ഒരാൾ തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതിനെ നേടുമെന്ന തൻ്റെ വിശ്വാസത്തെക്കുറിച്ചും ദിവസേന മനസ്സിൽ ആവർത്തിച്ച് ചിന്തിക്കുകയും ഉച്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ ചിന്തകൾ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയും. തുടക്കത്തിൽ ഇത് കൃത്രിമമായി തോന്നിയാലും തുടർച്ചയായി ചെയ്താൽ വിശ്വാസം സ്വാഭാവികമായി വളരാൻ തുടങ്ങും. അതോടെ ഭയം, സംശയം, നിഷേധാത്മക ചിന്തകൾ എന്നിവയ്ക്ക് സ്ഥാനം കുറയുകയും ചെയ്യും. ഡിസയർ നമ്മിൽ ശക്തമായ ആഗ്രഹം സൃഷ്ടിക്കാനും ഫെയ്ത്ത് ആ ആഗ്രഹത്തിൽ ഉറച്ച വിശ്വാസം വളർത്താനും പഠിപ്പിക്കുന്നു. എന്നാൽ ആഗ്രഹവും വിശ്വാസവും വെറും ചിന്തകളായി ഒതുങ്ങിപ്പോകാതെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ശക്തിയാകണമെങ്കിൽ അവ ഉപബോധ മനസ്സിലേക്ക് എത്തണം. അതിനുപയോഗിക്കുന്ന പ്രധാന മാർഗമാണ് ഓട്ടോ സജഷൻ. ഒരാൾ സ്വയം തൻ്റെ മനസ്സിനോട് സംസാരിക്കുന്നത് നമ്മൾ ദിവസേന നമ്മുടെ മനസ്സിലേക്ക് അയക്കുന്ന ചിന്തകളും വാക്കുകളും തന്നെയാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. എനിക്കിത് സാധിക്കില്ല, ഞാൻ ഭാഗ്യമില്ലാത്തവനാണ് എന്നീ ചിന്തകൾ ആവർത്തിക്കുമ്പോൾ അവ ഉപബോധ മനസ്സിൽ സത്യമായി പതിയുന്നു. അതുപോലെ തന്നെ എനിക്ക് കഴിയും, എൻ്റെ ലക്ഷ്യം ഞാൻ നേടും എന്ന ചിന്തകളും ആവർത്തിച്ചാൽ അതും ഉപബോധ മനസ്സിൽ ശക്തമായി പതിയും. ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള പാലമാണ് ഓട്ടോ സജഷൻ. ബോധ മനസ്സ് ചിന്തിക്കുന്നു, തീരുമാനിക്കുന്നു, പക്ഷേ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നു. ഒരാൾ തൻ്റെ ആഗ്രഹവും ലക്ഷ്യവും ബോധമനസ്സിലൂടെ ഉപബോധ മനസ്സിലേക്ക് എത്തിച്ചാൽ അവൻ്റെ പ്രവൃത്തികളും ശീലങ്ങളും സ്വാഭാവികമായി ആ ലക്ഷ്യത്തിന് അനുകൂലമായി മാറും. വിഷ്വലൈസേഷൻ പോലെ തന്നെ ലക്ഷ്യം ഉച്ചത്തിൽ ആവർത്തിച്ചു പറയുക എന്ന രീതിയും നമുക്ക് അവലംബിക്കാം. ദിവസേന, പ്രത്യേകിച്ച് രാവിലെയും രാത്രി ഉറങ്ങുന്നതിനു മുമ്പും ഒരാൾ തൻ്റെ ലക്ഷ്യവും അത് നേടുമെന്ന വിശ്വാസവും ശബ്ദത്തോടെ പറയണം, അല്ലെങ്കിൽ മനസ്സിൽ ശക്തമായി പറയണം. ഇത് ആവർത്തിക്കണം. ഈ സമയങ്ങളിൽ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന അവസ്ഥയിലായിരിക്കും. ആവർത്തനം തുടരുമ്പോൾ ആ ചിന്തകൾ പതിയെ വിശ്വാസമായി മാറും. ഓട്ടോ സജഷന്റെ ശക്തി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്ങൾ, ആത്മവിശ്വാസക്കുറവ്, പരാജയബോധം ഇവയെല്ലാം ഒരു കാലത്ത് നമ്മൾ തന്നെ മനസ്സിൽ ആവർത്തിച്ച ചിന്തകളുടെ ഫലമാണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസവും ധൈര്യവും വിജയബോധവും വളർത്താനും ഓട്ടോ സജഷൻ ഉപയോഗിക്കാം. നാം നമ്മോട് തന്നെ എങ്ങനെ സംസാരിക്കുന്നു എന്നതാണ് നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. നെഗറ്റീവ് ചിന്തകൾക്ക് പകരം പോസിറ്റീവ് നിർദ്ദേശങ്ങൾ നൽകിയാൽ ജീവിതത്തിന്റെ ദിശ തന്നെ മാറാൻ തുടങ്ങും. നമ്മൾ തുടർച്ചയായി ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതുമാണ് ഒടുവിൽ നമ്മളാകുന്നത്. ചിന്തകൾക്ക് വ്യക്തതയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വ്യക്തികളിൽ അതിന്റെ സ്വാധീനം തീർച്ചയായും കാണും. പ്രത്യേക ജ്ഞാനം, സ്പെഷ്യലൈസ്ഡ് നോളജ്, ലക്ഷ്യബോധത്തോടെ പ്രയോഗിക്കുന്ന വ്യക്തിഗത അറിവ്. ഒരു പ്രത്യേക വിഷയത്തിലോ തൊഴിൽ മേഖലയിലോ ഉള്ള ആഴത്തിലുള്ളതും സവിശേഷമായതും
ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഉപയോഗിക്കാൻ കഴിയുന്നതുമായ അറിവാണ് സ്പെഷ്യലൈസ്ഡ് നോളജ്. വെറും അറിവ് മാത്രം ഒരാളെ വിജയിപ്പിക്കില്ല. ലക്ഷ്യത്തോടുകൂടി ഉപയോഗിക്കുന്ന അറിവാണ് സമ്പത്തും വിജയവും സൃഷ്ടിക്കുന്നത്. ലോകത്ത് അനേകം അറിവുള്ളവരുണ്ട്, പക്ഷേ അതിനെ ശരിയായ ദിശയിൽ പ്രയോഗിക്കുന്നവരാണ് മുന്നേറുന്നത്. ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളും ഉണ്ടെങ്കിൽ ജീവിതം സുരക്ഷിതമാകും എന്നാണ് പൊതുവായ ധാരണ. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ചരിത്രത്തിൽ തന്നെ നോക്കിയാൽ വലിയ സമ്പത്ത് സൃഷ്ടിച്ചവരിൽ പലരും അസാധാരണമായ അക്കാദമിക് മികവുകൾ ഉണ്ടായിരുന്നവരല്ല. പക്ഷേ അവർക്കുണ്ടായിരുന്നത് തങ്ങൾക്കാവശ്യമായ ഒരു പ്രത്യേക മേഖലയിലെ അറിവും അത് പ്രായോഗികമായി ഉപയോഗിക്കാനുള്ള കഴിവുമാണ്. പ്രത്യേക ജ്ഞാനം എന്നത് എല്ലാം അറിയുന്ന അവസ്ഥയല്ല, മറിച്ച് ഒരാൾ തിരഞ്ഞെടുത്ത ഒരു മേഖലയിലെ ആഴമുള്ള അറിവാണ്. ആ അറിവ് വ്യക്തിയുടെ ആഗ്രഹത്തോടും ലക്ഷ്യത്തോടും ചേർന്നിരിക്കണം. ഒരു ലക്ഷ്യവുമില്ലാതെ ശേഖരിക്കുന്ന അറിവ് ഭാരമായി മാറും. പക്ഷേ വ്യക്തമായ ലക്ഷ്യത്തിനായി സമ്പാദിക്കുന്ന അറിവ് ശക്തിയാകുന്നു. നിങ്ങൾക്ക് വേണ്ടത് എത്ര അറിവാണെന്നതല്ല, നിങ്ങൾ അറിഞ്ഞത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. അറിവ് നേടാനുള്ള വഴികൾ പലതാണ്. ഔപചാരിക വിദ്യാഭ്യാസം മാത്രമല്ല, അനുഭവം, വായന, പരിശീലനം, മറ്റുള്ളവരുമായി സംവദിക്കൽ ഇവയെല്ലാം അറിവിന്റെ ഉറവിടങ്ങളാണ്. ഒരാൾക്ക് തന്നെ എല്ലാം അറിയണമെന്നില്ല. അവനാവശ്യമായ അറിവുള്ള ആളുകളെ സമീപിക്കുകയും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്യാം. ഇതാണ് പിന്നീടുള്ള മാസ്റ്റർ മൈൻഡ് ആശയത്തിലേക്കുള്ള വഴിയും തുറക്കുന്നത്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിവും പുതുക്കപ്പെടണം. ഒരിക്കൽ നേടിയ അറിവിൽ തൃപ്തിപ്പെടുന്നവൻ പിന്നോക്കമാകും. പക്ഷേ തൻ്റെ മേഖലയിലെ പുതിയ വിവരങ്ങളും കഴിവുകളും നിരന്തരം പഠിക്കുന്നവൻ മുന്നേറും. പ്രത്യേക ജ്ഞാനം ഒരിക്കലും നിശ്ചലമല്ല, അത് വളരേണ്ടതാണ്. അറിവിനൊപ്പം ധൈര്യവും തീരുമാനമെടുക്കാനുള്ള ശേഷിയും ആവശ്യമാണ്. പലർക്കും അറിവുണ്ടാകും, പക്ഷേ അത് പ്രയോഗിക്കാനുള്ള ആത്മവിശ്വാസം ഇല്ല. ഭയം അറിവിനെ പൂട്ടിയിടും. എന്നാൽ ലക്ഷ്യത്തിൽ ഉറച്ച വിശ്വാസമുള്ള ഒരാൾ തൻ്റെ അറിവിനെ പ്രവൃത്തിയാക്കി മാറ്റാൻ ധൈര്യം കാണിക്കും. സമ്പത്ത് അറിവിൽ നിന്ന് നേരിട്ടുണ്ടാകുന്നില്ല. അറിവ് ശരിയായ ദിശയിൽ ഉപയോഗിക്കുമ്പോഴാണ് സമ്പത്തുണ്ടാകുന്നത്. നമ്മുടെ അറിവുകളെ ആവശ്യമുള്ളിടത്തെത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ പുരോഗതിയുണ്ടാകും. നമ്മുടെ ലക്ഷ്യവുമായി ബന്ധമുള്ള പ്രത്യേക ജ്ഞാനം കണ്ടെത്തുകയും അതിനെ പ്രായോഗികമായി ഉപയോഗിക്കുകയും ചെയ്താൽ വിജയത്തിലേക്കുള്ള വഴിയിലേക്ക് നാം സ്വാഭാവികമായി കടന്നുവരുന്നു. ഇമാജിനേഷൻ അഥവാ കൽപ്പനാശക്തി, സൃഷ്ടിപരമായ ഭാവനയുടെ കഴിവ്. ഇമാജിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഭാവനയല്ല, ലക്ഷ്യത്തിലെത്താനുള്ള ആശയപരവും ദാർശനികവുമായ മാർഗങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വ്യക്തവും ശക്തവും കൃത്യവുമായ ചിന്തയാണത്. മനുഷ്യന്റെ വിജയയാത്രയിൽ ബുദ്ധിയേക്കാൾ ശക്തമായ ആയുധമാണ് സൃഷ്ടിപരമായ ചിന്താശക്തി. ഇമാജിനേഷൻ എന്നത് വെറും സ്വപ്നം കാണലല്ല. മനുഷ്യൻ തൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തുന്ന ആശയങ്ങൾ, ദർശനങ്ങൾ, പുതിയ വഴികൾ എന്നിവയാണ് ഇമാജിനേഷൻ. ലോകത്തിലെ എല്ലാ മഹത്തായ കണ്ടുപിടുത്തങ്ങളും വ്യവസായങ്ങളും സമ്പന്നതയും സാമ്രാജ്യങ്ങളും ആദ്യം ജനിച്ചത് ഒരാളുടെ മനസ്സിലായിരുന്നു. മനുഷ്യന് ചിന്തിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെല്ലാം അവന് നേടാനും കഴിയും. ഇമാജിനേഷനെ 2 വിഭാഗങ്ങളാക്കി തിരിക്കാം: സിന്തറ്റിക് ഇമാജിനേഷനും ക്രിയേറ്റീവ് ഇമാജിനേഷനും. സിന്തറ്റിക് ഇമാജിനേഷൻ എന്നത് മുമ്പറിഞ്ഞ ആശയങ്ങളെയും അറിവുകളെയും പുതിയ രീതിയിൽ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുന്ന കഴിവാണ്. ഒരു വ്യാപാരി നിലവിലുള്ള ഉൽപ്പന്നങ്ങളെ മെച്ചപ്പെടുത്തി വിപണിയിൽ അവതരിപ്പിക്കുന്നത് ഇതിനുദാഹരണമാണ്. മറുവശത്ത് ക്രിയേറ്റീവ് ഇമാജിനേഷൻ എന്നത് പുതിയ ആശയങ്ങൾ സ്വാഭാവികമായി മനസ്സിലേക്ക് ഒഴുകി വരുന്നതാണ്. ഇത് പലപ്പോഴും അപ്രതീക്ഷിതമായ പ്രചോദനങ്ങളായി, ഉള്ളിലെ ശബ്ദമായി അനുഭവപ്പെടുന്നു. സമ്പത്ത് സൃഷ്ടിക്കുക എന്നത് ആദ്യം തുടങ്ങുന്നത് ഇമാജിനേഷനിലൂടെയാണ്. പണം, അവസരം, ബന്ധങ്ങൾ ഇവയെല്ലാം പിന്നീട് വരുന്ന ഘട്ടങ്ങളാണ്. ആദ്യം ഒരാൾ തൻ്റെ മനസ്സിൽ വ്യക്തമായ ഒരു ലക്ഷ്യം രൂപപ്പെടുത്തണം. ആ ലക്ഷ്യം നേടാനുള്ള വഴികൾ ഇമാജിനേഷൻ വഴി കണ്ടെത്തണം. ഇതിനായി ശക്തമായ ആഗ്രഹവും സ്ഥിരമായ ചിന്തയും ചേരേണ്ടതുണ്ട്. അപ്പോൾ മനസ്സ് സ്വയം അവസരങ്ങൾ തേടിത്തുടങ്ങും. ദിനം പ്രതി ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, വിജയിച്ചിരിക്കുന്ന ആളുകളുടെ കഥകൾ പഠിക്കുക, പുതിയ ആശയങ്ങളെ ഭയപ്പെടാതെ സ്വീകരിക്കുക. ഇവയെല്ലാം ഇമാജിനേഷൻ ശക്തിപ്പെടുത്തും.
സ്വന്തം ചിന്തകളെ അവഗണിക്കരുത്. പലരും ഇത് നടക്കില്ല എന്ന ഭയത്തിൽ നല്ല ആശയങ്ങളെ തള്ളിക്കളയുന്നു. എന്നാൽ വിജയികൾ ആ ആശയങ്ങളെ പ്രവൃത്തിയിലേക്ക് മാറ്റുന്നവരാണ്. മനുഷ്യന്റെ പരിധികൾ അവന്റെ സാഹചര്യങ്ങളല്ല, അവന്റെ ചിന്തകളാണ്. തന്റെ ഇമാജിനേഷൻ ശരിയായി ഉപയോഗിച്ചാൽ സാധാരണ മനുഷ്യനും അസാധാരണ നേട്ടങ്ങൾ കൈവരിക്കാം. ചിന്തകൾ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസൃതമായ രീതിയിൽ കൽപ്പനാശക്തി ഉപയോഗിച്ച് വളർത്തിയെടുക്കുക. വിജയത്തിലേക്കുള്ള ആദ്യപടി പുറത്തല്ല, നമ്മുടെ മനസ്സിനുള്ളിലാണ്. സംഘടിതമായ പദ്ധതിയിടൽ, ഓർഗനൈസ്ഡ് പ്ലാനിംഗ്. ആഗ്രഹത്തെ വ്യക്തമായ പ്രവൃത്തിയാക്കി മാറ്റുക. ലക്ഷ്യങ്ങൾ നേടുന്നതിനായി കൃത്യമായ ഘട്ടങ്ങളിലൂടെയുള്ള ക്രമീകൃതമായ പ്രവർത്തനമാണ് ഓർഗനൈസ്ഡ് പ്ലാനിംഗ്. ആഗ്രഹം എത്ര ശക്തമായാലും അതിനു പിന്നിൽ വ്യക്തമായ പദ്ധതി ഇല്ലെങ്കിൽ അത് സ്വപ്നമായി മാത്രമേ നിലനിൽക്കൂ. വിജയികൾ ആഗ്രഹം ഉള്ളിൽ സൂക്ഷിക്കുന്നില്ല. അവർ അതിനെ ചെറിയ നടപ്പാക്കാവുന്ന ഘട്ടങ്ങളായി വിഭജിക്കുന്നു. ഓരോ ഘട്ടത്തിനും സമയപരിധിയും ഉത്തരവാദിത്വവും നിശ്ചയിക്കുന്നു. സംഘടിതമായ പദ്ധതി എന്നത് അസ്ഥിരമായ ശ്രമമല്ല, മറിച്ച് കൃത്യമായ ദിശയിലുള്ള പ്രവർത്തനമാണ്. ആദ്യ പദ്ധതി പരാജയപ്പെട്ടാൽ അത് അവസാനമല്ല. പലരും ഒരു ശ്രമം പരാജയപ്പെട്ടാൽ തന്നെ പിന്മാറും. പക്ഷേ വിജയികൾ പുതിയ പദ്ധതികൾ തയ്യാറാക്കും. ലക്ഷ്യം മാറ്റേണ്ട, വഴി മാറ്റിയാൽ മതി. ഒരാൾക്ക് തന്റെ ആഗ്രഹത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ വഴികൾ ഒന്നല്ല, പലതാണെന്ന് അയാൾ മനസ്സിലാക്കും. എല്ലാം തനിയെ ചെയ്യാൻ ശ്രമിക്കുന്നത് ബുദ്ധിമുട്ടാണ്. വിജയത്തിലേക്കുള്ള വഴിയിൽ ശരിയായ ആളുകളുടെ സഹായം തേടേണ്ടത് അനിവാര്യമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ശക്തമായ ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇതാണ് മാസ്റ്റർ മൈൻഡ് എന്ന ആശയത്തിന്റെ അടിസ്ഥാനം. പദ്ധതിയിടൽ പേപ്പറിൽ ഒതുങ്ങരുത്, അത് പ്രവൃത്തിയായി മാറണം. ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ചുവടുകളാണ്. സമയമാകുമ്പോൾ തുടങ്ങാം എന്ന ചിന്ത ഏറ്റവും അപകടകരമാണ്. ഒരു നല്ല പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആത്മവിശ്വാസം, ഉത്തരവാദിത്ത ബോധം എന്നിവ ആവശ്യമാണ്. മറ്റുള്ളവരെ നയിക്കണമെങ്കിൽ ആദ്യം സ്വന്തം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം. വ്യക്തമായ ലക്ഷ്യവും പദ്ധതിയും ഉള്ള ഒരാളെ ആളുകൾ സ്വാഭാവികമായി പിന്തുടരും. വിമർശനങ്ങളെയും പരാജയങ്ങളെയും പദ്ധതിയുടെ ഭാഗമായി തന്നെ കാണണം. എല്ലാ വലിയ പദ്ധതികൾക്കും തടസ്സങ്ങളുണ്ടാകും. പക്ഷേ അവയെ മറികടക്കാനുള്ള തയ്യാറെടുപ്പാണ് സംഘടിതമായ പദ്ധതിയിടലിന്റെ യഥാർത്ഥ ശക്തി. ആഗ്രഹം മനസ്സിൽ ജനിക്കുന്നു, പക്ഷേ വിജയം ജനിക്കുന്നത് പദ്ധതികളിലൂടെയാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ കൃത്യവും വ്യക്തവുമായ ഒരു പദ്ധതി അനിവാര്യമാണ്. അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, ശരിയായ ആളുകളുടെ സഹായത്തോടെയും ചെയ്യാം. നമ്മുടെ ലക്ഷ്യം സഫലമാകണമെങ്കിൽ അത് ചിന്തയിൽ നിന്നും പുറത്തു കടന്ന് പ്രവൃത്തിയായി മാറണം. അതിന് വഴികാട്ടിയാകുന്നത് കൃത്യവും സംഘടിതവുമായ പദ്ധതിയിടലാണ്. തീരുമാനം, ഡിസിഷൻ. താമസിപ്പിക്കുന്ന ശീലത്തെ കീഴടക്കുക. കൃത്യസമയത്ത് വേണ്ട രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്ന് തീരുമാനം എടുക്കാൻ കഴിയാത്ത മനോഭാവവും കാര്യങ്ങൾ പിന്നേക്ക് മാറ്റിവെക്കുന്ന ശീലവുമാണ്. അറിവും കഴിവും ആഗ്രഹവും ഉള്ള പലരും പരാജയപ്പെടുന്നത് ശരിയായ സമയത്ത് വ്യക്തമായ തീരുമാനം എടുക്കാൻ കഴിയാത്തതിലാണ്. വിജയികളുടെയും പരാജിതരുടെയും ഉദാഹരണങ്ങൾ നോക്കാം. വിജയികൾ വേഗത്തിൽ തീരുമാനമെടുക്കുന്നു, എന്നാൽ അതിൽ നിന്നും പിന്മാറുന്ന കാര്യത്തിൽ അവർ വളരെ ആലോചിച്ച് സാവധാനം മാത്രമേ തീരുമാനമെടുക്കൂ. എന്നാൽ പരാജിതർ അതിൻ്റെ വിപരീതമാണ്. അവർ തീരുമാനമെടുക്കാൻ വൈകും. ചെറിയ വിമർശനങ്ങൾ കേട്ടാൽ പോലും എടുത്ത തീരുമാനത്തിൽ നിന്നും അവർ പിന്മാറും. ഈ അസ്ഥിരതയാണ് അവരെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്തത്. തീരുമാനം എന്നത് വെറുമൊരു ചിന്തയല്ല, അത് പ്രവർത്തനത്തിലേക്കുള്ള ആദ്യ ചുവടാണ്. ഒരാൾ വ്യക്തമായ തീരുമാനമെടുത്താൽ അവൻ്റെ മനസ്സും ഊർജവും ഒരേ ദിശയിൽ കേന്ദ്രീകരിക്കപ്പെടും. എന്നാൽ ഇനിയും നോക്കാം, പിന്നീട് തീരുമാനിക്കാം എന്ന ചിന്തകൾ മനസ്സിൽ കയറുമ്പോൾ ആ ഊർജം ചിതറിപ്പോകും. താമസിപ്പിക്കൽ വിജയത്തിന്റെ നിശബ്ദനായ ശത്രുവാണ്. സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ ധൈര്യമില്ലാത്തവർ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തിരിക്കും. എന്നാൽ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളും ഭയങ്ങളും വ്യത്യസ്തമാണ്. അതിനാൽ മറ്റുള്ളവരുടെ സംശയങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കരുത്. സ്വയം വിശ്വസിക്കുകയും സ്വന്തം ചിന്തകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് വിജയത്തിലേക്കുള്ള വഴി.
തീരുമാനമെടുക്കാനുള്ള ശേഷി വളർത്തിയെടുക്കാവുന്നതാണ്. തുടക്കത്തിൽ ചെറിയ തീരുമാനങ്ങൾ എടുത്ത് അവയിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ ആത്മവിശ്വാസം വളരും. ഒരാൾ തൻ്റെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ ഭയവും സംശയവും പതിയെ കുറയാൻ തുടങ്ങും. ഇത് വ്യക്തിത്വത്തിൻ്റെ ശക്തമായ അടയാളമാണ്. തെറ്റായ തീരുമാനം പോലും തീരുമാനമില്ലായ്മയേക്കാൾ നല്ലതാണ്. കാരണം ഒരു തെറ്റായ തീരുമാനം നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ തീരുമാനമില്ലായ്മ നമ്മെ നിശ്ചലരാക്കും. മുന്നോട്ടു പോകാൻ ചിലപ്പോൾ അപകട സാധ്യതകൾ സ്വീകരിക്കേണ്ടി വരും. വിജയത്തിന്റെ വഴി എല്ലായ്പ്പോഴും ഉറപ്പുള്ളതായിരിക്കണമെന്നില്ല. സമയം ആരെയും കാത്തുനിൽക്കില്ല. ഇന്നെടുക്കേണ്ട തീരുമാനങ്ങൾ നാളേക്ക് മാറ്റിവെച്ചാൽ അവസരങ്ങൾ കൈവിടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എടുക്കുന്ന ധൈര്യമായ തീരുമാനങ്ങളാണ് ഭാവിയിലെ വിജയത്തിന്റെ അടിത്തറ. വിജയം തീരുമാനങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുന്നു, പരാജയം താമസിപ്പിക്കലിലൂടെയും. കൃത്യസമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. തീരുമാനമെടുക്കാൻ പഠിച്ചാൽ പ്രോക്രാസ്റ്റിനേഷൻ എന്ന ശത്രുവിനെ കീഴടക്കാൻ കഴിയും. സ്ഥിരോത്സാഹം അഥവാ സ്ഥിരത, തിരിച്ചടികളിലും തളരാതെ തുടരുന്ന ശ്രമം. തടസ്സങ്ങൾ ഉണ്ടായാലും പിന്മാറാതെ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിനായി പരിശ്രമിക്കുന്നതിനെയാണ് സ്ഥിരോത്സാഹം അഥവാ സ്ഥിരത എന്ന് പറയുന്നത്. വിജയം കഴിവുള്ളവർക്കോ ഭാഗ്യമുള്ളവർക്കോ മാത്രം ലഭിക്കുന്നതല്ല, മറിച്ച് തളരാതെ തുടരുന്നവർക്കാണ്. പലരും നല്ല തുടക്കം ഉണ്ടാക്കുന്നു, പക്ഷേ വഴിയിൽ വരുന്ന ചെറിയ പരാജയങ്ങൾ അവരെ പിന്മാറാൻ പ്രേരിപ്പിക്കുന്നു. സ്ഥിരതയാണ് വിജയത്തിനും പരാജയത്തിനും ഇടയിലെ ഏറ്റവും വലിയ വ്യത്യാസം. സ്ഥിരത എന്നത് വെറും പിടിവാശിയല്ല, അത് ആഗ്രഹവും വിശ്വാസവും ലക്ഷ്യബോധവും ചേർന്നുണ്ടാകുന്ന ഒരു മാനസിക ശക്തിയാണ്. ശക്തമായ ആഗ്രഹമുള്ള ഒരാൾക്ക് സ്ഥിരത സ്വാഭാവികമായി ഉണ്ടാകും. കാരണം അവൻ എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് അവനറിയാം. ലക്ഷ്യം വ്യക്തമായാൽ താൽക്കാലിക വേദനകളും തിരിച്ചടികളും അവനെ തടയുകയില്ല. പരാജയം അവസാനമല്ല, അത് വിജയത്തിലേക്കുള്ള വഴിയിലെ ഒരു പരീക്ഷണമാണ്. പലരും പരാജയം നേരിട്ടാൽ അത് സ്വന്തം കഴിവുകേടായി കരുതുന്നു. എന്നാൽ വിജയികൾ പരാജയത്തെ ഒരു പാഠമായി കരുതുന്നു. ഓരോ വീഴ്ചയും അവരെ കൂടുതൽ ബുദ്ധിമാന്മാരാക്കുന്നു, കൂടുതൽ ശക്തരാക്കുന്നു. മറ്റൊരു പ്രധാന തടസ്സം അസഹിഷ്ണുതയും നെഗറ്റീവ് ചിന്തകളുമാണ്. ഇത് എത്രയും വേഗം നടക്കണം എന്ന മനോഭാവം പലപ്പോഴും നിരാശയ്ക്ക് കാരണമാകും. സ്ഥിരതയ്ക്ക് സമയം ആവശ്യമാണ്. വിത്ത് നട്ട ഉടനെ തന്നെ വിളവ് പ്രതീക്ഷിക്കുന്നത് പോലെ ശ്രമം തുടങ്ങിയ ഉടനെ ഫലം പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. ക്ഷമയും സ്ഥിരോത്സാഹവും ചേർന്നാൽ മാത്രമേ വിജയം സഫലമാകൂ. ഇച്ഛാശക്തി ശക്തമാകുമ്പോൾ മനസ്സ് തളരുമ്പോഴും ശരീരം മുന്നോട്ടു പോകാൻ തയ്യാറാകും. ഇത് പരിശീലനത്തിലൂടെയും ശീലങ്ങളിലൂടെയും വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ്. ദിവസേന ചെയ്യുന്ന ചെറിയ പരിശ്രമങ്ങൾ തന്നെ സ്ഥിരതയുടെ അടിത്തറയാകുന്നു. സ്ഥിരോത്സാഹം ഇല്ലാത്തതിൻ്റെ പിന്നിൽ പലപ്പോഴും ഭയമാണ്. പരാജയ ഭയം, വിമർശന ഭയം, നഷ്ടഭയം. ഇവയെല്ലാം ഒരാളെ ശ്രമം നിർത്താൻ പ്രേരിപ്പിക്കും. എന്നാൽ ഭയത്തെ മറികടക്കാനുള്ള ഏക മാർഗം വീണ്ടും ശ്രമിക്കുക എന്നതാണ്. ഓരോ ശ്രമവും ഭയത്തെ കുറയ്ക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പല വിജയങ്ങളും അവസാന നിമിഷത്തിനു മുമ്പ് കൈവിട്ടു പോകുന്നതാണ്. ഒരാൾ വിജയത്തിനോട് വളരെ അടുത്തിരിക്കുമ്പോഴാണ് പലപ്പോഴും അവൻ പിന്മാറുന്നത്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ തളരാതെ തുടരുക എന്നതാണ് സ്ഥിരതയുടെ യഥാർത്ഥ അർത്ഥം. പരാജയം താൽക്കാലികമാണ്, പക്ഷേ സ്ഥിരോത്സാഹം ശാശ്വതമാണ്. തിരിച്ചടികൾ വന്നാലും ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്നവനാണ് ഒടുവിൽ വിജയത്തിന്റെ വാതിൽ തുറക്കുന്നത്. മാസ്റ്റർ മൈൻഡിന്റെ ശക്തി, കൂട്ടായ ചിന്തയുടെ പ്രേരണാശക്തി. സങ്കീർണമായ കാര്യങ്ങളും പദ്ധതികളും കൃത്യമായും വിശദമായും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന വ്യക്തികളാണ് മാസ്റ്റർ മൈൻഡ്. വ്യക്തിപരമായ വിജയത്തെ മറികടന്ന് കൂട്ടായ ചിന്തയുടെ ശക്തി എത്രമാത്രം ജീവിതത്തെ മാറ്റിമറിക്കാം എന്നതാണ് ഇവിടെ മാസ്റ്റർ മൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് ചിന്തിക്കുന്നതിലുപരി ഒരേ ലക്ഷ്യത്തോടെ ഒന്നിക്കുന്ന പല മനസ്സുകൾ ചേർന്നാൽ സൃഷ്ടിക്കപ്പെടുന്ന ആ ശക്തിയെയാണ് മാസ്റ്റർ മൈൻഡ് എന്ന് വിളിക്കുന്നത്. മാസ്റ്റർ മൈൻഡ് എന്നത് വെറും ഒരു സംഘം ആളുകളല്ല, അത് ഒരേ ലക്ഷ്യത്തോടും ആത്മാർത്ഥതയോടും കൂടി സഹകരിക്കുന്ന മനസ്സുകളുടെ ഐക്യമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകളും അറിവുകളും അനുഭവങ്ങളും ഉണ്ടാകും. അവയെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ ഒരാളുടെ ചിന്താശേഷിയേക്കാൾ വളരെ വലുതായ ഒരു ബുദ്ധിശക്തി രൂപപ്പെടുന്നു.
ഈ കൂട്ടായ ചിന്ത ഒരാളുടെ തീരുമാനങ്ങളെയും ആശയങ്ങളെയും അതിവേഗം ശക്തമാക്കുന്നു. ലോകത്തിലെ വലിയ വിജയങ്ങളുടെ പിന്നിൽ ഒരാളല്ല, മറിച്ച് ഒരു ശക്തമായ സംഘം തന്നെയാണെന്ന് നമുക്കറിയാം. വ്യവസായം, ശാസ്ത്രം, രാഷ്ട്രീയം, കല, ഏത് മേഖലയിൽ നോക്കിയാലും വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരെല്ലാം മാസ്റ്റർ മൈൻഡ് തത്വം പ്രയോഗിച്ചവരാണ്. ശരിയായ ആളുകളെ ചുറ്റും കൂട്ടി അവരുമായി ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ പുതിയ വഴികളും പരിഹാരങ്ങളും സ്വാഭാവികമായി ഉദിക്കുന്നു. ഒരാൾ കാണാത്ത ഒരു വീക്ഷണം മറ്റൊരാൾ കാണും. ഒരാൾക്ക് ബലഹീനമായ ഭാഗം മറ്റൊരാൾക്ക് ശക്തമാകും. ഇതിലൂടെ തീരുമാനങ്ങൾ കൂടുതൽ സമതുലിതവും പ്രായോഗികവുമായി തീരും. അതുകൊണ്ട് തന്നെ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ അനുകൂലവും എന്നാൽ വിമർശനാത്മകവുമായ ചിന്തകളുള്ള ആളുകൾ കൂടെ വേണം. നെഗറ്റീവ് ചിന്തകളുള്ള ആളുകൾ ചുറ്റുമുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും ആത്മവിശ്വാസവും ക്ഷയിക്കും. മറിച്ച് പ്രചോദനമേകുന്ന ലക്ഷ്യബോധമുള്ള ആളുകളോടൊപ്പം നിൽക്കുമ്പോൾ നമ്മുടെ ചിന്താശേഷിയും ധൈര്യവും വളരും. നമ്മളെ മുന്നേറാൻ സഹായിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക എന്നത് അത്യന്തം പ്രധാനമാണ്. ഒരേ ലക്ഷ്യത്തോടെ ഒരുമിക്കുന്ന മനസ്സുകൾക്കിടയിൽ ഒരുതരം അദൃശ്യമായ ഊർജവിനിമയം നടക്കുന്നു. ഇത് കൂട്ടത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വ്യക്തികളെ അവരുടെ പരിമിതികളെ മറികടക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വിജയത്തിലേക്കുള്ള വഴി ഒറ്റയാൾ യാത്രയല്ല. സഹായം ചോദിക്കുന്നത് ദൗർബല്യവുമല്ല. ശരിയായ ആളുകളെ ചേർത്ത് മുന്നേറുന്നവനാണ് ദീർഘകാല വിജയത്തിന് അടിത്തറ പാകുന്നത്. ഒറ്റയ്ക്കുള്ള മനസ്സ് ചിന്തിക്കുന്നു, പല മനസ്സുകൾ ചേർന്നാൽ ശക്തിയാകുന്നു. വ്യത്യസ്ത കഴിവുകൾ, അറിവുകൾ, ചിന്താരീതികൾ, പ്രവർത്തന രീതികൾ, അനുഭവങ്ങൾ ഇവയെല്ലാം ചേരുമ്പോൾ അവിടെ മികച്ച വിജയത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. കൂട്ടായ ചിന്തയുടെ പ്രേരണാശക്തിയെ ശരിയായി ഉപയോഗിച്ചാൽ അസാധ്യമായി തോന്നുന്ന പല ലക്ഷ്യങ്ങളും സാധ്യമാകും. ഉപബോധ മനസ്സ്, ദ സബ് കോൺഷ്യസ് മൈൻഡ്. ചിന്തയും പ്രവർത്തനവും തമ്മിലുള്ള ബന്ധവും സമ്പർക്കവും. ബോധപൂർവമായ ചിന്തകൾക്ക് താഴെ പ്രവർത്തിക്കുന്ന ഓർമ്മകൾ, ശീലങ്ങൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവ സംഭരിച്ചു വെക്കുന്ന മനസ്സിന്റെ ഭാഗമാണ് ഉപബോധ മനസ്സ്. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും രഹസ്യമുള്ള ഭാഗങ്ങളിൽ ഒന്നാണിത്. കാരണം നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും നേടാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളെ പ്രവൃത്തിയിലാക്കുന്ന ഒരു പാലമായി ഇത് പ്രവർത്തിക്കുന്നു. ബോധ മനസ്സിൽ തുടങ്ങുന്ന ചിന്തകളും ആഗ്രഹങ്ങളും ഉപബോധ മനസ്സിലൂടെ ശക്തി നേടുമ്പോൾ മാത്രമേ അവ യാഥാർത്ഥ്യമായി മാറൂ. ഉപബോധ മനസ്സിന് നാം നൽകുന്ന ചിന്തകളും വികാരങ്ങളും അവിടെ നേരിട്ട് പതിക്കുകയും പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങളിലും ശീലങ്ങളിലും സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. സാധാരണ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന നിഷേധാത്മക ചിന്തകൾ, ഭയങ്ങൾ, സംശയങ്ങൾ എന്നിവ ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നു. ഫലം അവ നമ്മെ മുൻപോട്ട് കൊണ്ടുപോകാതെ നിയന്ത്രിക്കും. മറിച്ച് നാം ആവർത്തിച്ച് മനസ്സിൽ പതിപ്പിക്കുന്ന നല്ല ആഗ്രഹങ്ങൾ, വിജയചിന്തകൾ, ആത്മവിശ്വാസം എന്നിവയും ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നു. അവയെ പ്രായോഗികമാക്കി പ്രവൃത്തിയിലാക്കുകയും ചെയ്യുന്നു. ദിനം പ്രതി മനസ്സിൽ ആവർത്തിക്കുന്ന ധനാസക്തിയും ലക്ഷ്യബോധവും വിശ്വാസവും ഉപബോധ മനസ്സിനെ പ്രബലമാക്കുന്നു. പിന്നീട് അത് നമ്മുടെ സ്വാഭാവിക തീരുമാനങ്ങളിലേക്കും പ്രവൃത്തികളിലേക്കും പ്രതിഫലിക്കുന്നു. ഭയം, സംശയം, നെഗറ്റീവ് ചിന്തകൾ എന്നിവ മനസ്സിൽ ഇടം പിടിച്ചാൽ അവ നമ്മെ തടഞ്ഞു നിർത്തും. എന്നാൽ വ്യക്തമായ ആഗ്രഹവും ആത്മവിശ്വാസവും ആവർത്തിച്ച് സാധ്യമാണ് എന്ന് ഉപബോധ മനസ്സിനെ നമ്മൾ വിശ്വസിപ്പിച്ചാൽ നമ്മെ മുൻപോട്ട് നയിക്കാനായി അത് പ്രവർത്തിക്കും. പ്രതിസന്ധികളിലും പരാജയങ്ങളിലും തളരുന്ന ആളുകൾ ഉപബോധ മനസ്സ് നിർദ്ദേശിച്ച രീതിയിൽ പ്രതികരിക്കുന്നു. മനസ്സിൽ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും യോജിക്കുന്ന ചിന്തകളും വികാരങ്ങളും മാത്രം ഉപബോധ മനസ്സിലേക്ക് അയക്കണം. ചിന്തയും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം ഉപബോധ മനസ്സിലാണ്. അതിനെ ശരിയായി നിയന്ത്രിക്കുന്നവന് മാത്രമാണ് തൻ്റെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത്. നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുന്ന ചിന്തകൾ, ആവർത്തനങ്ങൾ, വികാരങ്ങൾ എന്നിവ നമ്മുടെ ജീവിതത്തിൻ്റെ രൂപം നിർണയിക്കുന്നവയാണ്. മസ്തിഷ്കം, ദ ബ്രെയിൻ, ചിന്തകളുടെ സ്റ്റേഷൻ. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും കുടിയിരിക്കുന്ന ശരീരഭാഗം മസ്തിഷ്കമാണ്. മനുഷ്യന്റെ മസ്തിഷ്കം വെറും ശരീരാവയവമല്ല, ചിന്തകൾ പ്രക്ഷേപണം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യാൻ ശക്തിയുള്ള ഒരു സ്റ്റേഷനാണ്. നമ്മുടെ എല്ലാ ആശയങ്ങളും ആഗ്രഹങ്ങളും ഉപബോധ മനസ്സിൽ പതിഞ്ഞു പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ
മസ്തിഷ്കം അതിനെ പ്രത്യേക ഊർജത്തിലേക്ക് മാറ്റി ലോകത്തെ സ്വാധീനിക്കാനും മറ്റുള്ളവരിൽ നിന്നും ആശയങ്ങൾ സ്വീകരിക്കാനും സഹായിക്കുന്നു. മസ്തിഷ്കം ചിന്തകളും ഭാവനകളും പുറത്തേക്ക് പ്രക്ഷേപണം ചെയ്യുന്നു. അതുപോലെ മറ്റുള്ളവരുടെ ചിന്തകളെയും സന്ദേശങ്ങളെയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ നമ്മുടെ ചുറ്റുപാടിലുള്ള സാഹചര്യങ്ങളെ രൂപപ്പെടുത്താനും അവസരങ്ങളെ ആകർഷിക്കാനും സഹായിക്കുന്നു. നമ്മൾ മനസ്സിൽ പകർത്തുന്ന വിശ്വാസങ്ങളും ധനാസക്തിയും ശക്തമായ ചിന്തകളായി മസ്തിഷ്കത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് സാങ്കേതികമായി റേഡിയോ സ്റ്റേഷനുകൾ പോലെയാണ്. അത് ഓരോ ചിന്തയെയും പ്രത്യേക തരംഗങ്ങളായി പരസ്യപ്പെടുത്തുകയും മറ്റു മനസ്സിൽ നിന്നും വരുന്ന ചിന്താതരംഗങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് മാനസിക സന്ദേശങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാനും സൃഷ്ടിപരമായ ആശയങ്ങൾ രൂപപ്പെടാനും സഹായിക്കുന്ന മാർഗമാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ പോസിറ്റീവായി നയിക്കേണ്ടത് അത്യന്തം പ്രധാനമാണ്. ധനാസക്തി, ലക്ഷ്യബോധം, ആത്മവിശ്വാസം തുടങ്ങിയ ശക്തമായ വികാരങ്ങൾ മസ്തിഷ്കത്തിലൂടെ ശക്തമായി പ്രക്ഷേപണം ചെയ്യുമ്പോൾ അത് ഉപബോധ മനസ്സിനെ പ്രേരിപ്പിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ അതിനനുകൂലമാക്കി മാറ്റുകയും ചെയ്യുന്നു. മസ്തിഷ്കത്തിന് മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. സൃഷ്ടിപരമായ ചിന്തകളെ ശാരീരിക, മാനസിക, സാമ്പത്തിക നേട്ടങ്ങൾക്കായി വഴിതിരിച്ചുവിടുന്നു. നമുക്ക് വേണമെങ്കിൽ ശരിയായ ചിന്തകളും ധനാസക്തിയും മസ്തിഷ്കത്തിലൂടെ പുറത്തേക്ക് പ്രക്ഷേപിച്ച് ജീവിതത്തിൽ വിജയത്തെ ആകർഷിക്കാം. അതേസമയം നെഗറ്റീവ് ചിന്തകളും സംശയങ്ങളും അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. മസ്തിഷ്കം ചിന്തകളെ പുറത്തേക്ക് പ്രക്ഷേപണം ചെയ്യുകയും മറ്റുള്ളവരിൽ നിന്നും ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ശക്തമായ സ്റ്റേഷനാണ്. നാം നിയന്ത്രിക്കുന്ന ചിന്തകളും വികാരങ്ങളും മസ്തിഷ്കത്തിലൂടെ ആഗോള ശക്തിയിലേക്ക് പുറന്തള്ളപ്പെടുമ്പോൾ വിജയത്തിന് സൃഷ്ടിപരമായ ആശയങ്ങൾ, ആത്മവിശ്വാസം എന്നിവയെ ആകർഷിക്കാൻ കഴിയും. ആറാം ഇന്ദ്രിയം, ദ സിക്സ്ത് സെൻസ്, ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിൽ. ബോധപൂർവമായ ചിന്തയോ വിശകലനമോ തെളിവുകളോ ഇല്ലാതെ കാര്യങ്ങളിൽ പ്രത്യേക നിഗമനത്തിലെത്താനുള്ള സഹജാവബോധമാണ് അന്തർജ്ഞാനം അഥവാ സിക്സ് സെൻസ്. ബോധമനസ്സ്, ഉപബോധ മനസ്സ്, മസ്തിഷ്കം തുടങ്ങിയ ചിന്താഘടകങ്ങൾ പരിപൂർണമായി പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകമായ അളക്കാൻ പറ്റാത്ത ഒരു ശേഷി നമ്മെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ശ്രദ്ധേയമായ നയങ്ങൾ സ്വീകരിക്കാൻ സഹായിക്കുന്നു. ഇതിനെ സിക്സ്ത് സെൻസ് എന്ന് വിളിക്കാം. ജീവിതത്തിലെ പുതിയ വഴികൾ, സൃഷ്ടിപരമായ ആശയങ്ങൾ, സമയബന്ധിത തീരുമാനങ്ങൾ എല്ലാം കണ്ടെത്താൻ ഈ സഹജാവബോധം സഹായിക്കുന്നു. ഈ സഹജാവബോധം ഒരു സ്വഭാവസിദ്ധിയല്ല, മറിച്ച് പരിശീലനത്തിൻ്റെയും ആത്മസംയമനത്തിൻ്റെയും ഫലമാണ്. നാം ധനാസക്തിയും ലക്ഷ്യബോധവും ആത്മവിശ്വാസവും സ്ഥിരതയും വളർത്തിയെടുക്കുമ്പോൾ ഈ അന്തർജ്ഞാനം സ്വാഭാവികമായി ഉയരുന്നു. സാധാരണക്കാർക്ക് ലഭിക്കാത്ത അനുഭവങ്ങളും ധാരണകളും സമയബന്ധിതമായ സാധ്യതകളും സാധ്യതാ മുന്നറിയിപ്പുകളും ഇതിലൂടെ ലഭിക്കാം. പലവിധമായ അവസരങ്ങൾ തിരിച്ചറിയുകയും അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും സൃഷ്ടിപരമായ ആശയങ്ങളെ ആവിഷ്കരിക്കുകയും ചെയ്യാൻ ഈ അന്തർജ്ഞാനം സഹായിക്കുന്നു. ചിലപ്പോഴൊക്കെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അടിസ്ഥാന കാര്യങ്ങൾ, മറ്റു വ്യക്തികളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ, ചിന്താശേഷിയുടെയും പ്രവൃത്തിയുടെയും അതിരുകളെ മറികടക്കാനുള്ള പ്രേരണ എന്നിവയൊക്കെ ഇതിലൂടെ വരുന്നു. ഈ അന്തർജ്ഞാനത്തിന് പരിപൂർണമായി പ്രവർത്തിക്കണമെങ്കിൽ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പ്, ശരിയായ അറിവ്, ആത്മവിശ്വാസം, നിരന്തരമായുള്ള പ്രവർത്തനം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകണം. ഇൻറ്റ്യൂഷൻ അതിശക്തമായ ഒരു വഴികാട്ടിയാണ്. പക്ഷേ അത് ഒരാൾക്ക് സ്വയം പരിശീലനമില്ലാതെ വിജയം നേടിക്കൊടുക്കില്ല. മുമ്പ് പറഞ്ഞ എല്ലാ ആശയങ്ങളും ഉപബോധ മനസ്സും മസ്തിഷ്കവും മാസ്റ്റർ മൈൻഡിന്റെ സഹായവും സ്ഥിരതയും നിർണയശേഷിയും എല്ലാം ഇവയ്ക്കൊപ്പം നന്നായി ഉപയോഗിക്കുമ്പോഴാണ് ഈ സഹജാവബോധത്തിന്റെ പൂർണ്ണമായ ശക്തി പ്രകടമാകുന്നത്. അന്തർജ്ഞാനം എന്നത് മനുഷ്യന്റെ ജ്ഞാനത്തിലേക്കുള്ള വാതിലാണ്. അതിലൂടെ ലഭിക്കുന്ന സഹജാവബോധം ജീവിതത്തെ മികച്ച തീരുമാനങ്ങളിലേക്കും വിജയം ആകർഷിക്കുന്ന പ്രവൃത്തികളിലേക്കും നയിക്കുന്നു. ഭയങ്ങളെ തോൽപ്പിക്കൽ. മനുഷ്യന്റെ വിജയത്തെ തടയുന്ന ഏറ്റവും വലിയ ശത്രുവാണ് ഭയം. പ്രത്യേകിച്ച് 6 പ്രധാന ഭയങ്ങൾ. അവ നമ്മുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും നിശ്ചലമാക്കുന്നു. അവയെ തിരിച്ചറിയുകയും അതിജീവിക്കുകയും ചെയ്യാൻ പഠിക്കേണ്ടതാണ്. ദാരിദ്ര്യഭയം. ഏറ്റവും സാധാരണവും ശക്തവുമായ ഭയം ദാരിദ്ര്യഭയമാണ്. പണം ഇല്ലാതാകുമോ എന്ന ഭയം നമ്മെ പുതിയ ആശയങ്ങൾ പരീക്ഷിക്കുന്നതിൽ നിന്നും സംരംഭങ്ങൾ തുടങ്ങുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു.
ധനപരമായ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ദാരിദ്ര്യഭയം ഒരുപക്ഷെ നിയന്ത്രിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിശ്ചിത ലക്ഷ്യങ്ങളോടും കൃത്യമായ പദ്ധതി പ്രവർത്തനങ്ങളോടും ചേർന്ന് ഈ ഭയത്തെ വിജയത്തിലേക്ക് മാറ്റാൻ കഴിയും. വിമർശന ഭയം. മറ്റുള്ളവരുടെ വിമർശനം പലരുടെയും മുന്നോട്ടു പോവാനുള്ള ധൈര്യത്തെ ഇല്ലാതാക്കുന്നു. എന്നാൽ മഹാന്മാർ ഈ ഭയം മറികടക്കുകയും അഭിപ്രായങ്ങൾ അറിയാനും സഹായം തേടാനും തയ്യാറുള്ളവരാണ്. നിന്റെ ദിശ വ്യക്തമായിരിക്കണം, മറ്റഭിപ്രായങ്ങൾ അതിനെ നിയന്ത്രിക്കരുത്. ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയം. ശരീരാരോഗ്യം പലർക്കും പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ തടസ്സമാണ്. പലരും ഭയപ്പെടുന്നു, അനാരോഗ്യത്തോടെ എനിക്കിത് ചെയ്യാനാകുമോ? ശരിയായ ആരോഗ്യ മാറ്റങ്ങൾ, സജീവ പ്രവർത്തനം, ആത്മനിയന്ത്രണം എന്നിവ ചേർത്താൽ ഈ ഭയം ഭയമല്ല, പ്രേരണയായി മാറും. സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയം. ബന്ധങ്ങൾ നഷ്ടപ്പെടും എന്ന ഭയം പലരെയും നിർണായക തീരുമാനം എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. എന്നാൽ ആവശ്യമായ ധൈര്യം, ആത്മവിശ്വാസം എന്നിവയോടെ പ്രവർത്തിച്ചാൽ സത്യസന്ധമായ ബന്ധങ്ങളെ അപകടത്തിലാക്കാതെ തന്നെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. വയസ്സാകുമ്പോഴുണ്ടാകുന്ന ഭയം. പ്രായം കൂടുമ്പോൾ നമ്മുടെ പല ശക്തികളും കഴിവുകളും കുറഞ്ഞേക്കും എന്ന ഭയം പലർക്കുമുണ്ടാകും. ഈ ഭയം പുതിയ ശ്രമങ്ങൾ ആരംഭിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്നു. പ്രായം ഒരു വെല്ലുവിളിയല്ല, മറിച്ച് അനുഭവജ്ഞാനവും പക്വതയും അറിവുകളും കൂട്ടുന്നൊരു ഉപകരണമാണ്. ഉയർന്ന ലക്ഷ്യബോധവും ചിന്താശേഷിയും നിലനിർത്തുന്നതിലൂടെ ഈ ഭയം വിജയത്തിലേക്ക് മാറും. മരണഭയം. ഏറ്റവും ശക്തമായ ഒരു ഭയമാണ് മരണഭയം. ഇത് പലരെയും ഭയം നിറഞ്ഞ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ജീവിതത്തിൻ്റെ മൂല്യവും ലക്ഷ്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തനത്തിനും സേവനത്തിനുമായി നമ്മെ സ്വയം സമർപ്പിച്ചാൽ മരണഭയത്തെ ദൂരെ മാറ്റി നിർത്താം, അതിനെ ഒരു പാഠമാക്കാം. ഭയങ്ങളെ തോൽപ്പിക്കാനുള്ള മാർഗങ്ങൾ. ഓരോ ഭയത്തെയും തിരിച്ചറിയുക. ആത്മവിശ്വാസം, ഉറച്ച ആഗ്രഹം, സ്ഥിരത എന്നിവ വളർത്തുക. ഓട്ടോ സജഷൻ, ധനാസക്തി, മസ്തിഷ്കം, ഉപബോധം എന്നിവ ചേർന്ന് ചിന്തയെ നിയന്ത്രിക്കുക. അനുകൂലമായ ആളുകളുടെ പിന്തുണ ഉറപ്പാക്കുക. ഭയം നേരിട്ട് അഭിമുഖീകരിക്കുക, മറക്കാതെയും മറികടക്കാതെയും. ഭയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ മനുഷ്യന് ലോകത്തിലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഭയങ്ങളോടുള്ള പോരാട്ടം വിജയത്തിനായുള്ള പരീക്ഷണമാണ്. വിജയം ഒരുപാട് സാധ്യതകളുള്ള ഒരു യാത്രയാണ്. അതിന് ശരിയായ ചിന്ത, ആത്മവിശ്വാസം, സ്ഥിരത, ധൈര്യം, മറ്റുള്ളവരുമായി സഹകരിക്കൽ എന്നിവയെല്ലാം വേണം. ഇത് സമ്പത്തിനുള്ള മാർഗനിർദ്ദേശം മാത്രമല്ല, ജീവിതത്തെ രൂപപ്പെടുത്തുന്ന മനോഭാവങ്ങൾ, പ്രവർത്തനശേഷി, ഭയങ്ങളെ മറികടക്കാനുള്ള ധൈര്യം എന്നിവയുടെ സ്രോതസ് കൂടിയാണ്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ശക്തമായ വിശ്വാസത്തോടെയും സ്ഥിരതയോടെയുമുള്ള പ്രവൃത്തിയിലേക്ക് മാറ്റുക. ഭയങ്ങൾ നിങ്ങളുടെ മാർഗത്തെ തടയാതിരിക്കണം, മറിച്ച് തിരിച്ചടികൾ വിജയത്തിലേക്കുള്ള പാഠങ്ങളായി കാണുക. മസ്തിഷ്കം, ഉപബോധ മനസ്സ്, മാസ്റ്റർ മൈൻഡ്, അന്തർജ്ഞാനം തുടങ്ങിയ മാനസിക സ്രോതസ്സുകൾ അസാധ്യമെന്നു കരുതുന്ന നമ്മുടെ പല ലക്ഷ്യങ്ങളെയും സഫലമാക്കാൻ സഹായിക്കുന്ന യന്ത്രങ്ങളാണ്. അന്തരീക്ഷവും സാഹചര്യങ്ങളും പരിമിതികളായാലും ശരിയായ ചിന്തയും പ്രവർത്തനവും ചേർന്നാൽ മനുഷ്യന് സ്വന്തം ജീവിതം ആഗ്രഹിക്കുന്ന രൂപത്തിൽ നിർമ്മിക്കാൻ കഴിയും. വിജയം ഏതാണ്ട് എല്ലാ മനുഷ്യർക്കും സാധ്യമാണ്. അത് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മനസ്സിൽ നിന്ന് ആരംഭിക്കണമെന്നു മാത്രം. നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. ഭയങ്ങളെ മറികടക്കുക. സൃഷ്ടിപരമായ ഊർജത്തെ വിജയത്തിലേക്ക് വഴിതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വിജയം സ്വാഭാവികമായും നിങ്ങളുടെ കൈവശമാകും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.